പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ജപമാല രാജ്ഞി എന്ന ഈ എപ്പിസോഡിൻ്റെ 7-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് ജപമാല രാജ്ഞിയായ പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാൾ കൂടിയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹത്തോടെ നേരുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ യാത്രയിലായിരിക്കുന്നവരും ജോലി സ്ഥലങ്ങളിലായിരിക്കുന്നവർക്കും അവരുടെ സാഹചര്യത്തിൽ ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ജപമാല രാജ്ഞിയോട്, ജപമാല രാജ്ഞിയുടെ ഈ തിരുനാൾ ദിവസം നമുക്ക് ലഭിച്ച വലിയൊരു സമ്മാനമാണ്. അല്ലെങ്കിൽ സാധാരണക്കാരായ നമുക്ക് വിശ്വാസത്തിൻ്റെ ഒരുപക്ഷെ വഴിയിലൂടെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുമ്പോൾ ശക്തമായ ഒരു ആയുധം നമുക്ക് ഏൽപ്പിച്ചു തന്ന പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് നന്ദി പറയാം. 1208 വിശുദ്ധ ഡൊമിനിക്കിന് ഈ ഒരു ആയുധം, ശക്തമായ ഒരു ആയുധം നൽകിക്കൊണ്ട് അമ്മ മാതാവ് നമുക്ക് വലിയൊരു സമ്മാനമാണ് സ്വർഗത്തിൽ നിന്ന് വാങ്ങിത്തന്നിട്ടുള്ളത്. അത് ജപമാല എന്ന ആയുധമാണ്. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥനയോടെ ഈ ജപമാല രാജ്ഞിയോട് പ്രാർത്ഥിക്കാം. ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ വലിയൊരു അനുഗ്രഹമായി തീരാൻ നമുക്ക് അമ്മയോട് നിയോഗം വെച്ച് ഈ സമയം പ്രാർത്ഥിക്കാം. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചൊല്ലുന്നു ജപമാല വഴിയാ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചൊല്ലുന്നു ജപമാല വഴിയാ. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനുമിരിക്കും. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനുമിരിക്കും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. പാടി പ്രാർത്ഥിക്കാം. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ മരിയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യ സക്രാരികളിൽ വസിക്കുകയും ഞങ്ങൾക്ക് ജീവനും രക്ഷയും ധൈര്യവും പകർന്നു നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ.
നമുക്ക് ശാന്തമായിട്ടിരിക്കാം, പ്രാർത്ഥിക്കാം. ഈശോയുടെ നാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചന ശുശ്രൂഷയുടെ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ലഭിച്ച വലിയൊരു ആയുധമാണ് ഈ ജപമാല. ലഭിച്ച ശക്തമായ ഒരായുധം. വിശുദ്ധ ലയോ 13 മാർപ്പാപ്പ അദ്ദേഹം പറയുന്ന ഒരു വാക്കുകൾ നമ്മൾ ഇതിനിടയ്ക്ക് പറഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും അതൊരിക്കൽ കൂടി ആ മാർപ്പാപ്പയുടെ ആ വാക്കുകൾ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 1897 ഒക്ടോബർ മാസം ജപമാല മാസമായിട്ട് ഈ പരിശുദ്ധ പിതാവ് ലയോ 13 മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നത്. കാരണം ജപമാലയെക്കുറിച്ച് 11 ചാക്രിക ലേഖനങ്ങളും 12 കത്തുകളും എഴുതിയ ഒരു മാർപ്പാപ്പയാണ് ലയോ 13 മാർപ്പാപ്പ. ജപമാലയെക്കുറിച്ച് മാത്രം 13 ചാക്രിലേഖനങ്ങൾ, 12 കത്തുകൾ, അപ്പസ്റ്റോലിക് ലെറ്റേഴ്സ് തൻ്റെ പ്രിയപ്പെട്ട ദൈവജനത്തിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഈ മാർപ്പാപ്പ എഴുതി. 1897 ഒക്ടോബർ മാസം ജപമാല മാസമായിട്ട് ആചരിക്കാൻ പരിശുദ്ധ പിതാവ് സഭയോട് ആവശ്യപ്പെടുന്നു. എന്നിട്ട് പ്രഖ്യാപിച്ചിട്ട് പറയുകയാണ്, ജപമാല സകല തിന്മകൾക്കുമെതിരായി പ്രയോഗിക്കാവുന്ന ആയുധം. എല്ലാ തിന്മകൾക്കും എതിരായി പ്രയോഗിക്കാവുന്ന ആയുധം. ഇന്ന് പരിശുദ്ധ അമ്മയോട് നമ്മൾ എളിമയോടെ പ്രാർത്ഥിച്ച് ഒരു ആത്മീയ ജീവിതത്തിൻ്റെ പടികൾ കയറാൻ ശ്രമിക്കുന്ന നമ്മൾ അതിൽ ഉപയോഗിക്കാൻ, നമുക്ക് ആ പടികൾ കടന്നു പോകുമ്പോൾ, അതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ആയുധം. അല്ലെ നമ്മളൊരു ഊന്നുവടി, പ്രായം ചെന്ന കാരണവന്മാർ, നടക്കാൻ പ്രയാസമുള്ളവർ എപ്പോഴും അവർക്ക് നടക്കാൻ സഹായിക്കാനായിട്ടൊരു ഊന്നുവടി കയ്യിൽ പിടിക്കും. അപ്പം അതുപോലെ നമ്മുടെ ജീവിത വഴിത്താരകളിൽ നമുക്ക് ശക്തമായിട്ട് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ഊന്നുവടി അല്ലെങ്കിൽ ഒരു അഭയമാണ് ഈ പരിശുദ്ധ ജപമാല പ്രാർത്ഥന എന്നുള്ളതും ജപമാല എന്നുള്ളതും ഓർത്തിരിക്കുക. കാരണം ജപമാല, പരിശുദ്ധ പിതാവ് പറയണം 2-3 കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ജപമാല മാസമായിട്ട് ഒക്ടോബർ മാസത്തെ മാറ്റിയിട്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞ ചില കാര്യങ്ങൾ ഓർത്തിരിക്കണം. ജപമാല പരസ്യമായി അനുദിനം ചൊല്ലണം. പരസ്യമായി അനുദിനം ചൊല്ലണം. കാരണം അതൊരു വലിയ പ്രാർത്ഥനയാണ്. ഒരു കുടുംബത്തിൻ്റെ പരിശുദ്ധ കുർബാന എന്ന് വരെയാണ് ഈ ജപമാലയെക്കുറിച്ച് പറയുന്നത്. കാരണം അതിൽ രക്ഷാകര രഹസ്യങ്ങൾ, ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള വാർത്തകൾ മുതൽ പരിശുദ്ധ ദൈവമാതാവ് സ്വർഗത്തിൻ്റെ രാജ്ഞിയായി, ഭൂസ്വർഗങ്ങളുടെ രാജ്ഞിയായി അവരോധിക്കപ്പെടുന്നതുമൊക്കെ നമ്മൾ ഈ ജപമാല രഹസ്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അത് പരസ്യമായി അനുദിനം ചൊല്ലണം. അത് ചൊല്ലുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടും. എന്നിട്ട് പരിശുദ്ധ പിതാവ് പറയുന്ന ലയോ 13 മാർപ്പാപ്പ പറയുന്ന മറ്റൊരു വചനഭാഗം, ഒരു കൊട്ടേഷനുണ്ട്. ഞാൻ ഈ ഉന്നത സ്ഥാനത്തേക്ക് വന്നത് അതിശക്തമായ ഒരായുധം കയ്യിൽ പിടിച്ചുകൊണ്ടാണ്. അത് തോക്കും വാളൊന്നുമല്ല, പരിശുദ്ധ അമ്മ നൽകിയിട്ടുള്ള ജപമാലയാണ്. ഈ ആയുധം ഉപയോഗിച്ചാൽ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പരിശുദ്ധത പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് ഈ മാർപ്പാപ്പയുടെ സ്ഥാനത്തേക്ക് വന്നത്, ഈ ഉന്നത സ്ഥാനത്തേക്ക് വന്നത് അതിശക്തമായ ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ ഈ ജപമാല മുടങ്ങാതെ പ്രാർത്ഥിച്ചാൽ അത് ശക്തമായൊരു ആയുധമാണത്. അതൊരു സംരക്ഷണത്തിൻ്റെ കോട്ടയാണ്. നമ്മൾ സങ്കീർത്തനം 34 കാണുന്ന പോലെ ദൈവഭക്തൻ്റെ ഭവനത്തിനു ചുറ്റും ദൈവദൂതന്മാർ കാവൽ നിൽക്കുന്നു. അപ്പം ദൈവദൂതന്മാരുടെ മധ്യസ്ഥയാണ്, അല്ലെങ്കിൽ അവരുടെ സൈന്യാധിപയാണ്, സ്വർഗീയ സൈന്യങ്ങളുടെ സൈന്യാധിപയാണ് പരിശുദ്ധ കന്യാമറിയം. അതുകൊണ്ട് ഈ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്, നമ്മുടെ ഭവനത്തിന് ചുറ്റും ജപമാലയുടെ ഒരു സംരക്ഷണ വലയം തീർക്കുമ്പോൾ സക്കറിയ 9:8 വചനത്തിൻ്റെ പോലെ ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കുന്നു. കർത്താവിൻ്റെ കണ്ണ് അവൻ്റെ മേലുണ്ട്, ഒരു മർദ്ദകനും കടന്നുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംരക്ഷണ വലയം നമുക്ക് ചുറ്റുമുണ്ടാവും ജപമാലയുടെ മണികളുടെ. അപ്പം എന്ന് പറയുമ്പോൾ പരിശുദ്ധത പറയാണ്, ഞാൻ ഈ ഉന്നത സ്ഥാനത്തേക്ക് കയറി വന്നത് അതിശക്തമായ ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട്. ആ തോക്കും വാളും ഒന്നുമല്ല, എൻ്റെ കയ്യിലുള്ള ജപമാല, പരിശുദ്ധ അമ്മയിലുള്ള ഈ ജപമാല, ഈ ആയുധം ഉപയോഗിച്ചാൽ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിച്ചുകൊണ്ട് പറയാം.
ഹല്ലേലൂയാ. ഹല്ലേലൂയ, സ്വരമുയർത്തി പറയാം. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി, ഉറക്കെ പറയാം, പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയൊരു ആയുധമായിട്ട് വീടുകളിൽ എടുക്കണം. ഞാൻ ഈ ജപമാല ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് അനുഭവങ്ങൾ, അത് ഞാൻ ഇടുക്കി രൂപതയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇടുക്കി രൂപതയിലെ പല പള്ളികളിലും ഒക്കെ ശുശ്രൂഷ ചെയ്തപ്പോൾ കരുണ എന്ന് പറയുന്ന ധ്യാന കേന്ദ്രത്തിൽ ഈ ധ്യാനത്തിൻ്റെ ശുശ്രൂഷകളുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്ന് പറഞ്ഞ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞാൻ കേട്ട, ചില ശുശ്രൂഷകളിൽ നിന്ന് കേട്ട ഒന്ന് രണ്ട് അനുഭവങ്ങൾ. അതിലൊരു അമ്മ പറഞ്ഞ ഒരു അനുഭവമാണ്. ഒരു അമ്മയും അപ്പനോട് കൂടി ഒരിക്കൽ പറഞ്ഞ ഒരു സംഭവം. അവർ പറയുകയാണ്, അവരുടെ ഒരു മകൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു അപകടത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ഒരു ദിവസം രാവിലെ ഈ അമ്മ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് 2 മണിക്ക് ശേഷം ഉണർന്നെഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റിട്ട് ഈ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അമ്മയ്ക്ക് തോന്നുകയാണ് എന്തോ വലിയൊരു സംഭവം എൻ്റെ മകന് സംഭവിച്ചു. ഈ അമ്മ അവനെ 2 മണിയാണെങ്കിലും പെട്ടെന്ന് അവനെ ഫോൺ വിളിക്കുക. ഫോൺ വിളിക്കുമ്പോൾ അവൻ്റെ ഫോൺ എടുക്കുന്നില്ല. അപ്പം അമ്മയത് അപ്പനോട് മിണ്ടിയില്ല. അമ്മ അവിടെ നിന്ന് പെട്ടെന്ന് എന്തോ ഒരു മനസ്സിലൊരു ആകുല തോന്നിയിട്ട് ഈ അമ്മ വീണ്ടും ഉറക്കം വരാത്തതുകൊണ്ട് ജപമാല ചെല്ലാനും കരുണക്കൊന്ത ചെല്ലാനൊക്കെ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ് അമ്മ വീണ്ടും ഓർത്തു കഴിഞ്ഞ്, എന്നാലും എന്തോ എൻ്റെ മകൻ എന്തോ ഒരു ദുസ്വപ്നം കണ്ടിട്ട് എന്തോ ആണ് അമ്മ എഴുന്നേറ്റത്. അമ്മ അത് പറയുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. എഴുന്നേറ്റപ്പോൾ ഈ മോനെക്കുറിച്ച്, ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മോനെക്കുറിച്ച് ഒരു ആകുലതയായി. ഈ അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വിളിച്ചു നോക്കി അവനെങ്ങാനും എഴുന്നേക്കുമെന്നറിയാൻ. എഴുന്നേറ്റിൽ അവൻ്റെ ഫോൺ എടുക്കുന്നില്ല. ഈ അമ്മ പെട്ടെന്ന് അപ്പനെ വിളിച്ചെഴുന്നേൽപ്പി. അപ്പൻ പറഞ്ഞു, നിനക്ക് അതിനകത്തിൻ്റെ കുഴപ്പമാണ്, കാരണം അവൻ ഉറങ്ങുമായിരിക്കാം, ഫോൺ സൈലൻ്റൊക്കെ ആയിട്ട് കിടക്കിയിരിക്കുന്നത്. അവൻ പറഞ്ഞു, അല്ല അവൻ ഒരിക്കലും അങ്ങനെ ഫോൺ സൈലൻ്റ് ആക്കി വെക്കുന്നല്ലോ, ഞാൻ വിളിച്ച രാത്രിയിലാണെങ്കിലും അവൻ ഉറങ്ങിയെങ്കിൽ പോലും എടുക്കാറുള്ളതല്ലേ, എനിക്ക് എന്തോ ഭയം തോന്നുന്നു, നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ട് മുറിയിലിരുന്ന്, മറ്റു മക്കൾ കിടന്നുറങ്ങുന്നുണ്ട് വീട്ടിലുള്ളവർ, അതുകൊണ്ട് മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, പുറത്തേക്ക് പ്രാർത്ഥനാ മുറി പോകാതെ. ഇവരെന്നോട് പറഞ്ഞൊരു കാര്യമാണ്. എന്നിട്ട് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും അമ്മയുടെ ആകുലത കൂടിയിട്ട് ഈ അമ്മ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട്, എടുക്കുന്നുണ്ടോ എന്നറിയാം. ഇല്ല. ഒരു 4 മണി 4:30 സമയമായപ്പോൾ ഈ അമ്മ ഫോൺ വിളിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ എടുത്തു. ഫോൺ എടുത്ത ഉടനെ തന്നെ അമ്മ ചോദിച്ചു, മോൻ എന്താ ഉറങ്ങിപ്പോയതാണോ, ഫോൺ സൈലൻ്റ് ആയിരുന്നോ, ഫോൺ എടുക്കാത്ത എന്നാണ്? അപ്പോൾ അങ്ങേ തലക്കിൽ നിന്ന് മോൻ്റെ സ്വരം അല്ല വരുന്നത്. പെട്ടെന്ന് ചോദിക്കുകയാണ്, ഇത് ആരുടെ ഫോണാണ്, ഇത് ആരാണ് ഈ ഫോൺ എടുത്തിരിക്കുന്നത്, എന്നോട് സംസാരിക്കുന്ന ആരാണ്, ഈ ഫോണിൻ്റെ ഉടമസ്ഥൻ്റെ ആരാണ്? അപ്പോൾ അന്നേരം ഈ അമ്മ പറയുകയാണ്, ഞാൻ ആ ഫോണ് എൻ്റെ മോൻ്റെ ഫോണാണ്, എൻ്റെ മോൻ്റെ ഫോണിലേക്കാണ് ഞാൻ വിളിച്ചത്, നിങ്ങൾ ആരാ, എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ അവർ പറയാണ്, അമ്മ സങ്കടപ്പെടരുത്, ഞങ്ങൾ ചാലക്കുടി അടുത്തുള്ള ഒരു പെയിൻറ്റിങ്ങിൻ്റെ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങളൊരു പുതിയ വീടിൻ്റെ വെഞ്ചരിപ്പ് ഉണ്ടായിരുന്നുകൊണ്ട്, കയറിക്കൂടലുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങളതിൻ്റെ പണികളെല്ലാം തീർത്ത് ഇപ്പോഴാണ് വരുന്നത്. വരുമ്പോൾ ഞങ്ങൾ ഒരു ഫോണിൻ്റെ ബെല്ലടി കേൾക്കുമ്പോൾ ഞങ്ങൾ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് ഒരു ഫോൺ ബെല്ലടി കേട്ടു. നോക്കിയപ്പോൾ വലിയൊരു കെട്ടിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ബൈക്ക് മറിഞ്ഞു കിടക്കുന്നു. അവിടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു. അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, വലിയ കുഴപ്പമൊന്നുമില്ല, ആൾക്ക് പ്രശ്നമൊന്നുമില്ല, കാലിന് ചെറിയ ഒടിവുള്ളതുകൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല, ഫോൺ തെറിച്ച് മാറി കിടക്കുകയായിരുന്നു, അമ്മ പേടിക്കേണ്ട, നിങ്ങൾ പെട്ടെന്ന് ചാലക്കുടി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്ക് പോര്, ഞങ്ങൾ ഈ കുട്ടീനെയും കൊണ്ട് പൊക്കോളാം, ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്, നിങ്ങൾ പെട്ടെന്ന് പോരാൻ പറഞ്ഞു. അവൻ്റെ ഈ ഫോൺ കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാരമില്ല, ഞങ്ങൾ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മാതാപിതാക്കൾ പെട്ടെന്ന് ഇടുക്കിയിൽ നിന്ന് ഒരു വണ്ടി വിളിച്ച് അവർ ചാലക്കുടി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്, വെളുപ്പിനെ ഒരു 1:30-2 മണി സമയത്ത് ഇവൻ ബൈക്കിന് ബാംഗ്ലൂരിൽ നിന്ന് കൂട്ടുകാരൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കും അപ്പനും ഒരു സർപ്രൈസ് ആകട്ടെ, വെളുപ്പിന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർക്കൊരു സർപ്രൈസ് ആകും, അവരെ കാണാനുള്ള ആഗ്രഹത്തിൽ അവൻ തലേദിവസം ബൈക്കും എടുത്ത് നേരെ വീട്ടിലേക്ക് പോന്നു. വന്ന വഴി ഉറക്കം വന്ന് ചാലക്കുടി ഭാഗമൊക്കെ എത്തിയപ്പോൾ ബൈക്ക് ആക്സിഡൻ്റായി താഴെ ഒരു തിട്ടയിൽ നിന്ന് താഴേക്ക് പോയി. അവിടെ കിടക്കുന്ന സമയത്താണ് ഈ പെയിൻറ്റിങ് തൊഴിലാളികൾ വരുന്നതും ഫോണിൻ്റെ ബെല്ലടി കേട്ട് ഇവനെ ആശുപത്രിയിൽ എത്തിക്കുന്നതൊക്കെ. കുറേ നാളുകൾ, വലിയ പരിക്കുകൾ, ഇനി ഏതാനും മണിക്കൂറുകളൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ, സമയം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ രക്തം മാറുന്ന ഈ ചെറുപ്പക്കാരൻ മരണപ്പെട്ടേന്.
ഇവർ പറയുകയാണ്, ആ സമയത്ത് ആരോ ഞങ്ങളെ പിടിച്ചുണർത്തി. ഞങ്ങൾ പിന്നീട് അച്ഛാ ഇടതടവില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ജപമാല ചൊല്ലി, പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങളുടെ മകനെ സംരക്ഷിക്കണമേ, അവൻ എന്താണ് പറ്റിയതെന്ന് അറിയത്തില്ലെന്ന് പറയാതെ. അപ്പോൾ ഈ ജപമാല പ്രാർത്ഥനയും അതിൻ്റെ ഇടയ്ക്കുള്ള ഫോൺ വിളികളും കൃത്യമായിട്ട് എത്തേണ്ടിടത്തെത്തി. ദൂതന്മാരെ പോലെ ആ തൊഴിലാളികൾ വന്ന് ഈ മകനെ രക്ഷിച്ച് അവനെന്ന് അവർ പറയുകയാണ്, അവനെന്ന് ആരോഗ്യത്തോടെ വളരെ മിടുക്കനായി ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു അച്ഛാ. അവർ പറയുകയാണ് ഞങ്ങൾക്കിതിൽ പൂരം. എന്നിട്ട് അവർ വലിയ ഭക്തിയിലും മാർഗങ്ങളിലേക്ക്, ഒരുപാട് പ്രാർത്ഥനയിലേക്ക് ഈ അപ്പനും അമ്മയും അവർ പറയുന്നത്, ഞങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാണ്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സംരക്ഷണമാണ് ഈ ജപമാല പ്രാർത്ഥന എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പരിശുദ്ധ പിതാവ് പറയുന്നതാണ് ഏറ്റവും വലിയ ആയുധമാണ് ഇത്. പരസ്യമായി അനുദിനം ചെല്ലണം. കുടുംബങ്ങളിൽ അപ്പനും അമ്മയും മക്കളുമൊക്കെ ഒരുമിച്ച് പരസ്യമായിട്ട്, അല്ലാതെ രഹസ്യത്തിൽ കയറിയിരുന്ന് ചെല്ലേണ്ട ഒരു പ്രാർത്ഥനയല്ലത്. കുടുംബാംഗങ്ങൾ ഒരുമിച്ച്, അതാണ് ഇടവക ദേവാലയങ്ങളിൽ പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് കയറുന്നത്. ധ്യാന ശുശ്രൂഷകളാണെങ്കിൽ അത് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ജപമാല പ്രാർത്ഥന ചൊല്ലുന്നത്. കാരണം ഈ ജപമാല പരസ്യമായി അനുദിനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ലപ്പാൻ്റെ യുദ്ധത്തിൽ തുർക്കികളുടെ ആക്രമണത്തിൽ നിന്ന് സഭയെ, ജനത്തെ രക്ഷിക്കാൻ വേണ്ടി മാർപ്പാപ്പ പറയുന്നതാണ്, ജപമാല നിർത്താതെ ചൊല്ലണം, അഖണ്ഡ ജപമാല. യൂറോപ്പിൻ്റെ സംരക്ഷണത്തിനായിട്ട് പറഞ്ഞാണ് ഈ അഖണ്ഡ ജപമാല ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസം നമ്മളൊരു പ്രതിജ്ഞ എടുക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ഈ ജപമാല അത് പരസ്യമായി അനുദിനം ഞങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുമെന്ന്. ഇത്രയും ശക്തമായ ഒരു ആയുധമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ വേണം. ഒരു തിന്മയും ഇസ്രായേൽക്കാരുടെ ഭവനങ്ങളിൽ, അവരുടെ വാതിൽപ്പടിയിൽ, കട്ടിളപ്പടിയിൽ രക്തം കണ്ടപ്പോൾ സംഹാരദൂതൻ മടങ്ങിപ്പോരെ, ഒരു തിന്മയും നമ്മുടെ ഭവനത്തിലേക്കോ നമ്മുടെ മക്കൾക്കോ സംഭവിക്കാതിരിക്കാൻ ഈ ജപമാല, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളത് കയ്യിലെടുത്തിരിക്കണം. ഇന്ന് ചിലപ്പോൾ തോന്നേ, ഒരുപക്ഷെ സ്ത്രീകൾ, ഒരുപറ്റം സിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ചിലപ്പം പ്രാർത്ഥിക്കുന്നവരൊക്കെ അവരുടെ കരങ്ങളിൽ ഇങ്ങനെ ജപമാല പിടിച്ചുകൊണ്ട് നടക്കുന്നതാണ്. ഇന്ന് ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ മറ്റ് യാത്രകളിലൊക്കെ ചെയ്യുമ്പോൾ ഈ ജപമാല ലജ്ജ കൂടാതെ കരങ്ങളിൽ പിടിക്കുന്നവരുടെ കാണുന്ന എണ്ണമൊക്കെ ഇന്ന് കുറഞ്ഞിരിക്കുന്നു. നമുക്കൊരു ആത്മീയ ഭക്തകൃത്യം പോലെ, നമുക്കൊരു സാക്ഷ്യം പോലെ ഓർക്കാം. ഈ ജപമാല കയ്യിൽ പിടിക്കുമ്പോൾ അറിയാം അതൊരു ക്രിസ്ത്യാനിയുടെ ആയുധമാണ്. ഈ ജപമാല കരങ്ങളിൽ പിടിച്ചുകൊണ്ട് വണ്ടികളിൽ, വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ, നടക്കുന്ന വഴികളിലൊക്കെ നമ്മുടെ കയ്യിലൊരു ജപമാലയുണ്ടെങ്കിൽ, സ്ത്രീകൾ, പ്രിയപ്പെട്ട അമ്മച്ചുമാരൊക്കെ പള്ളിയിലൊക്കെ പോകുമ്പം അവരുടെ കൈകളിലൊക്കെ ഇങ്ങനെ ജപമാലയുണ്ട്. ഞാൻ എൻ്റെ കോളേജ് പഠന കാലഘട്ടങ്ങളിൽ ജീസസ് യൂത്തിലൊക്കെ ആയിരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വണ്ടിയിലൊക്കെ രാവിലെ പള്ളിയിലേക്ക് തിരക്ക്, അന്ന് താമസിച്ചൊക്കെയാണല്ലോ ചിലപ്പോൾ എഴുന്നേൽക്കുന്നത്, പള്ളിയിലേക്ക് തിരക്കിട്ട് കുർബാനയ്ക്ക് പോകുമ്പോൾ ചില അപ്പച്ചന്മാരെ, ചില അമ്മച്ചുമാരെയൊക്കെ വഴി കണ്ട് വണ്ടി നിർത്തി കയറ്റാൻ വേണ്ടി വണ്ടി നിർത്തും വീട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ. അപ്പോൾ അവരോട് പറയും നമുക്ക് വണ്ടിയിൽ കയറി പെട്ടെന്ന് പള്ളിയിലേക്ക് പോകാം. അപ്പോൾ അവർ പറയും മോൻ പൊക്കോ, അതായത് ഞാൻ പള്ളിയിലെത്തുമ്പോഴത്തേക്കും ഈ രഹസ്യം പൂർത്തിയാകും. ഞാൻ അടുത്ത കുർബാനയ്ക്കാണ് വരുന്നത്, ഞാൻ ഈ കുർബാനയ്ക്കല്ല വരുന്നത്, അടുത്ത കുർബാനയ്ക്ക്. അപ്പോഴത്തേക്കും നേരം വെളുത്ത് പള്ളിയിലെത്തുമ്പോഴത്തേക്കും എനിക്ക് ഇത്രയും ജപമാല ചൊല്ലി തീർത്തിട്ടെത്താലോ, അതുകൊണ്ട് വണ്ടിയിൽ കയറിപ്പോന്ന എൻ്റെ ജപമാല മുറിയും. ഇവിടെ ഇങ്ങനെയൊരു ജപമാല കരങ്ങളിലേന്തി അവരൊക്കെ മരണപ്പെട്ടു. ആ പ്രായം ചെന്ന മാതാപിതാക്കളും ആ വ്യക്തികളൊക്കെ ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് മരണമടഞ്ഞു. പക്ഷേ അവർ കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്. ഈ ജപമാല കരങ്ങളിലേന്തിക്കൊണ്ട് രാവിലെ പള്ളിയിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നവർ, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ, കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൻ്റെ സമയത്തുണ്ടായ വീശിയ ഒരു കൊടുങ്കാറ്റായിരുന്നു. കത്തോലിക്ക വിശ്വാസത്തിൽപ്പെട്ടവരും പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ളവരുമൊക്കെ പരസ്യമായി ഈ ജപമാല ചൊല്ലുന്നതിനോ അത് കരങ്ങളിൽ പിടിക്കുന്നതിനോ യാതൊരു ലജ്ജയുമില്ലായിരുന്നു. നമുക്ക് ആ ഒരു സംസ്കാരം വീണ്ടെടുക്കണം. പ്രത്യേകിച്ചും നമ്മുടെ പുരുഷ സഹോദരന്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാരൊക്കെ, കാരണം അവർക്കിന്നത്, അല്ലെങ്കിൽ ആൺകുട്ടികൾ, അല്ലെങ്കിൽ പുതിയ യുവതികൾ, കാരണം അന്നൊക്കെ ചെറുപ്പ കാലഘട്ടങ്ങളിലൊക്കെ, ഒരു കാലഘട്ടങ്ങളിൽ ജീസസ് യൂത്തിലുള്ളവരും പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവരും കരിസ്മാറ്റിക് നവീകരണത്തിലുള്ളവരും ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞവരും ഒക്കെ അവർ നോക്കിയാൽ അവരുടെ കയ്യിലൊരു ജപമാല മോതിരങ്ങൾ, ഉത്തരീയം കഴുത്തിൽ ധരിക്കുക, അതിനകത്തൊക്കെ വലിയൊരു സന്തോഷത്തോടു കൂടി അത് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിന്നൊരു ലളിതമായ ഒരു മരിയഭക്തിയുടെ അതിൻ്റെ പ്രായോഗിക തലങ്ങളെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസം നിങ്ങളോട് ഞാൻ സംസാരിക്കുക. കാരണം അതിൻ്റെ പിന്നിൽ വലിയൊരു ശക്തിയുണ്ട്. ലെപ്പോൻ്റെ യുദ്ധത്തിൽ ജയിച്ചെന്ന് പറഞ്ഞ പോലെ ജപമാലയിൽ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എന്ന വാചകം കൂടി കൂട്ടിച്ചേർത്തത് ഈ പ്രിയപ്പെട്ട
ആ ലൊപ്പാൻ്റെ യുദ്ധത്തിൻ്റെ സമയത്ത് 5-ാം പിയൂസ് മാർപ്പാപ്പയാണ് ഇന്നത്തെ രീതിയിൽ ജപമാല ക്രോഡീകരിച്ചത്. നിങ്ങളുടെ ഒരു അറിവിലേക്ക് പറഞ്ഞതാണ്. ആരംഭത്തിൽ 3 നന്മ നിറഞ്ഞ മറിയവും ഒരു തൃത്വസ്തുതിയും ചേർത്തിരുന്നു. പിന്നീടാണ് ഈ ലപ്പാൻ്റെ യുദ്ധത്തിൻ്റെ സമയത്തിന് ശേഷമാണ് ഇത് ഞങ്ങളുടെ മരണസമയത്തും എന്നൊക്കെ പറഞ്ഞ് ഇന്നും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തു നിന്നുള്ള പ്രാർത്ഥനയെല്ലാം കൂട്ടിച്ചേർത്തത്. അങ്ങനെ ഈ ജപമാല ഒരു ഭക്തിയായി, ഒരു വലിയൊരു ശക്തമായ ഒരു ആയുധമായിട്ട് വളർന്നു വന്നു. ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ, ഒരു പ്രതിജ്ഞ എടുക്കണം. അത് കയ്യിലുണ്ടായിരിക്കണം. കയ്യിൽ പിടിക്കുമ്പോൾ ഒരു ആയുധം, കഴുത്തിൽ അണിയുമ്പോൾ ഇത് നല്ല ഒരു ആഭരണം. നമ്മുടെ കുടുംബത്തിൻ്റെ തിന്മകൾക്കെതിരായിട്ട് നിങ്ങളുടെ ഹൃദയത്തിലും 9-ാം പിയൂസ് മാർപ്പാപ്പ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലും കുടുംബങ്ങളിലും സമൂഹത്തിലും രാജ്യത്തും സമാധാനം വേണമെന്നുണ്ടെങ്കിൽ കുടുംബങ്ങളിൽ ജപമാല ചൊല്ലണം. 9-ാം പിയൂസ് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങളുടെ കുടുംബങ്ങളിലും ഹൃദയത്തിലും സമൂഹത്തിലും രാജ്യത്തും സമാധാനം വേണമെന്നുണ്ടെങ്കിൽ കുടുംബങ്ങളിൽ ജപമാല ചൊല്ലുക. എന്നിട്ട് പരിശുദ്ധ പിതാവ് വളരെ പറഞ്ഞിട്ടുണ്ട്, ഈ റോമിൽ, ഈ വത്തിക്കാനിൽ ജപമാലയേക്കാൾ മൂല്യമുള്ള ഒരു വസ്തു പോലും ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ചിലപ്പോൾ അത് ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ടോ, മുത്തുകൾ കൊണ്ടോ, കല്ലുകൾ കൊണ്ടോ, അല്ലെങ്കിൽ ചില ഫലവൃക്ഷങ്ങളുടെ കായ്കൾ കൊണ്ടോ, മരത്തിൻ്റെ പൂവ് കൊണ്ടോ ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ ആയിരിക്കാം. പക്ഷേ ഇതിനേക്കാൾ മൂല്യമുള്ളതായിട്ട് കൊന്ത നമസ്കാരം ചെയ്യുന്നുണ്ട്. കാരണം ഈ വത്തിക്കാൻ കൊട്ടാരം മുഴുവൻ പരിശോധിച്ചാലും കൊന്തയേക്കാൾ, ജപമാലയേക്കാൾ മൂല്യമുള്ള ഒരു വസ്തുവിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. നമ്മുടെ വീടുകളിലും ഇത് തന്നെ നമുക്ക് പറയണം. നമുക്ക് ഏറ്റവും, കാരണം നമുക്കറിയാമല്ലോ, നമ്മുടെ ഇടവക ദേവാലയങ്ങളിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഏറ്റവും ആദരവോടും സ്നേഹത്തോടും കൂടി നമ്മൾ കാണുകയും ഭയഭക്തിയോടെ നമ്മൾ വണങ്ങുകയും ചെയ്യുന്നത് എന്താ? പരിശുദ്ധ കുർബാനയാണ്, ദിവ്യകാരുണ്യനാഥനെയാണ്, പരിശുദ്ധ കുർബാന സ്വീകരണത്തെയാണ്. അതുകൊണ്ടാണ് ആളുകൾ നാവ് നീട്ടി ഭക്തിയോടെ കരങ്ങൾ കൂപ്പി കുമ്പസാരിച്ച് അനുദപിച്ചൊരുങ്ങി പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അപ്പം അത്രയും ആദരവും ഭക്തിയും സ്നേഹവും എല്ലാം പരിശുദ്ധ കുർബാനയോട് കാണിക്കുന്നു. വൈദികൻ ഈ കരങ്ങളിൽ പരിശുദ്ധ കുർബാന ഉയർത്തുമ്പോൾ ജനം വലിയ ആദരവോടെ ഈശോയെ കാണുകയാണ് പരിശുദ്ധ കുർബാനയിൽ. അത് സ്വീകരിക്കുമ്പോഴും അതിനെ കൂദാശ ചെയ്ത് അത് പരിശുദ്ധ ദിവ്യകാരുണ്യമായി വണങ്ങി നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് വെക്കുമ്പോഴും അതുകൊണ്ടാണ് ആളുകൾ അതിൻ്റെ മുമ്പിൽ വലിയ ഭക്തിയാദരവോടെ പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെയൊക്കെ ഭവനങ്ങളിലും വളരെ വലിയ ശ്രേഷ്ഠതയോടെ ആദരവോടെ കാത്തു സൂക്ഷിക്കേണ്ട, ഏറ്റവും മൂല്യമുള്ളതായി കാത്തുസൂക്ഷിക്കേണ്ടത് ഈ ജപമാലയാണ്. അത് വെച്ചാൽ മാത്രം പോരാ, അത് പ്രാർത്ഥനാ മുറിയിൽ സൂക്ഷിച്ചു വെക്കുകയോ രൂപത്തെ തൂക്കിയിടുകയോ അല്ല ചെയ്യേണ്ടത്. പകരം അത് ശക്തമായ ഒരു ആയുധമാണെന്ന് കരുതി 9-ാം പിയൂസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഈ വത്തിക്കാൻ കൊട്ടാരം മുഴുവൻ പരിശോധിച്ചാലും ജപമാലയേക്കാൾ മൂല്യമുള്ളതായി മറ്റൊന്നും ഞാൻ കണ്ടെത്തിയിട്ടില്ല, മറ്റൊരു നിധിയെ ഞാൻ കണ്ടെത്തിയിട്ടില്ല. ലളിതവും മനോഹരമായി പ്രാർത്ഥന ഈ ജപമാല സർവ കത്തോലിക്ക കുടുംബങ്ങളിലും സന്ധ്യാസമയം ജപിക്കപ്പെടണം. 1846 പരിശുദ്ധ പിതാവ് പറയുന്നൊരു കാര്യം ഇതാണ്. 9-ാം പിയൂസ് മാർപ്പാപ്പ പറയുകയാണ്, ഇത് നമ്മുടെ കുടുംബങ്ങളിൽ ലളിതവും മനോഹരമായ പ്രാർത്ഥന ഈ ജപമാല സർവ്വ കത്തോലിക്ക കുടുംബങ്ങളിലും സന്ധ്യാസമയം ജപിക്കപ്പെടണം. കണ്ടാലും വത്തിക്കാൻ്റെ ഏറ്റവും വലിയ നിക്ഷേപമാണ് ജപമാല. വത്തിക്കാൻ്റെ ഏറ്റവും വലിയ നിക്ഷേപം. അതുകൊണ്ടാണ് ഈ പിതാക്കന്മാർ, ഈ പരിശുദ്ധ പിതാക്കന്മാരെല്ലാം ഈ ജപമാലയെ ഇത്ര വലിയ പ്രാർത്ഥനയായിട്ട് കണ്ടത്. മാർപ്പാപ്പമാർ, അനേകം വിശുദ്ധർ, അനേകം സഭകൾ, സന്യാസ സഭകൾ ഈ ജപമാല പ്രേക്ഷിതത്തിന്, അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയാണ് പല ശുശ്രൂഷകളും ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയുടെ മരിയൻ സൈന്യങ്ങൾ, പ്രിയപ്പെട്ടവർ, നമുക്കും ഈ ശാലോം ശുശ്രൂഷയോട് ചേർന്ന് ലക്ഷങ്ങൾ ഈ ജപമാല സഖ്യത്തിലുണ്ട്. നമുക്കതുകൊണ്ട് ഈ ജപമാല ഏറ്റവും വലിയ അമൂല്യമായ ഒരു നിധിയായി, ശക്തമായ ഒരു ആയുധമായി, നമ്മുടെ കുടുംബങ്ങളിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും മൂല്യം നിറഞ്ഞ ഒരു വസ്തുവായി, എല്ലാ തിന്മകൾക്കെതിരെയുള്ള ഒരു പടവെട്ടുന്ന ഒരു ശക്തമായ ഒരു ആയുധമായിട്ട് നമുക്ക് ജപമാല കരങ്ങളിലെടുക്കാം. ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പറയാം, എല്ലാ തിന്മകളിൽ നിന്നും, സർവ്വഭയങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്ന ഒരായുധമായി സ്വർഗം വിശുദ്ധ ഡൊമിനിക്കിലൂടെ നൽകിയ ഈ ആയുധം ഞങ്ങളും സ്വീകരിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ആരാധനയ്ക്കായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസം പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം,
പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. സൽക്രിയ ചെയ്യേണ്ടതും ഇതാണ്. ജപമാല ചൊല്ലുന്നതും അത് കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നതും ഒരു നാണക്കേടായിട്ട് കരുതാതെ, ഒരു ലജ്ജിക്കേണ്ട കാര്യമായി കരുതാതെ ആ ജപമാല കരങ്ങളിൽ പിടിക്കുക. യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും ഈ ഒരു ആയുധം കയ്യിലുണ്ടാകുക. അത് ഒരു അഭിമാനം, ഒരു സാക്ഷ്യമാണ് നമുക്ക് പ്രാർത്ഥിക്കുന്നതിൻ്റെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ. നമുക്ക് ഈ ജപമാല ചൊല്ലി, ജപമാല പ്രാർത്ഥനയുടെ ഒരു രഹസ്യം നമുക്കിന്ന് പ്രത്യേകമായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കാം. ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ ഒരു മുഴുവൻ കൊന്ത ചൊല്ലാൻ പറ്റിയാൽ, ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു രഹസ്യമെങ്കിലും ജപമാല ഭക്തി പ്രചരിക്കുവാൻ, ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ വലിയ അനുഗ്രഹമായി തീരാൻ ഒരു രഹസ്യമെങ്കിലും ചൊല്ലി കാഴ്ചവെക്കാം. സുഹൃത ജപമായിട്ടും നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 1-ാം ദിവസവും ഇന്നും നമുക്ക് ഈ സുഹൃദജപം തന്നെ ചൊല്ലി പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ആരാധനയുടെ സമയങ്ങളിൽ. ജപമാല കൈകളിലേന്തി അണിചേർന്നു ഞങ്ങൾ വരുന്നു. നന്മ നിറഞ്ഞവൾക്കെന്നും സ്വസ്തി ആധരങ്ങളാലപിക്കുന്നു. ജപമാല കൈകളിലേന്തി അണിചേർന്നു ഞങ്ങൾ വരുന്നു. നന്മ നിറഞ്ഞവൾക്കെന്നും സ്വസ്തി ആധരങ്ങളാലപിക്കുന്നു. ദൈവകുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പാടി പ്രാർത്ഥിക്കാം. കൊല്ലപ്പെട്ടവനേ, ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയുടെ സന്നിധിയിൽ ആരാധനയ്ക്ക് അണഞ്ഞിരിക്കുന്നവർ ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസം അമ്മയുടെ പ്രിയപ്പെട്ട മകനെ ആരാധിച്ചുകൊണ്ട്, ദിവ്യകാരുണ്യനാഥനെ, കുരിശിൽ നമുക്ക് വേണ്ടി ബലിയായി തീർന്ന ആ ദിവ്യ കുഞ്ഞാടിനെ ആരാധിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈ ജപമാല രാജ്ഞിയോട് ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിച്ച് പാട്ടുപാടി കൈയടിച്ച് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കരങ്ങളടിച്ച്. ദൈവകുഞ്ഞാടേ, ആത്മനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ, അങ്ങേ ഞങ്ങൾ ഈശോയെ നോക്കി ആരാധിക്കാം. കരങ്ങളടിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഈശോയെ നോക്കി ആരാധിച്ച്. ആത്മനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. നല്ല ആവേശത്തോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. പരസ്പരം നോക്കിയും കുടുംബത്തിലെല്ലാവരും ചേർന്നും ആമേനേശ്വരനാ, ഒന്ന് ചേർന്ന് ആരാധിച്ച്. ആമേൻ ദൈവപുത്ര, ആമേൻ. ആമേൻ സർവശക്ത നിത്യപിതാവേ. കരങ്ങളടിച്ച്. ആമേൻ. ആമേൻ യേശുനാഥ, ആമേൻ. ആമേൻ ദൈവപുത്ര, ആമേൻ. ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ. ആമേൻ യേശുനാഥ, ആമേൻ. ആമേൻ ദൈവപുത്ര, ആമേൻ. ആമേൻ സർവശക്ത നിത്യപിതാവേ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ.
ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തി ഈശോയെ ആരാധിച്ചുകൊണ്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന. എല്ലാം മറന്ന് ഈശോയെ ആരാധിക്കാം. ജപമാല രാജ്ഞിയോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, ഈശോയെ ആരാധിച്ച എല്ലാ വിശുദ്ധരോടും ചേർന്ന്, നമ്മുടെ കുടുംബാംഗങ്ങളോട് ചേർന്ന്, നമ്മുടെ സമൂഹത്തിലുള്ളവരോട് ചേർന്ന്, നമ്മുടെ സന്യാസ ഭവനങ്ങളിലുള്ളവരോട് ചേർന്ന് ഈശോയെ ആരാധിച്ച് നമുക്ക് സ്തുതിക്കാം. മറിയത്തോടൊപ്പം ചേർന്ന് ആരാധിക്കുന്നു, വിശുദ്ധരോടൊന്നു ചേർന്ന് കരങ്ങൾ അടിച്ച് മറിയത്തോടൊത്തു ചേർന്ന് ആരാധിക്കുന്നു, വിശുദ്ധരോടൊന്നു ചേർന്ന് ആരാധിക്കുന്നു, മറിയത്തോടൊന്നു ചേർന്ന് ആരാധിക്കുന്നു, വിശുദ്ധരോടൊന്നു ചേർന്ന് ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. ഇരുകരങ്ങളും ഉയർത്തി ഒറ്റ വിളി യേശുവേ. ഈശോ ആരാധന 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 ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധിക്കുന്നു, വിശുദ്ധരോടൊന്നു ചേർന്നാരാധിക്കുന്നു. അമ്മയോട് അമ്മ മേരിയോടൊത്താരാധിക്കുന്നു, വിശുദ്ധരോടൊന്നു ചേർന്നാരാധിക്കുന്നു. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവമേ ആരാധന. കരങ്ങൾ കൂപ്പി നന്ദിയോടെ ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസം അമ്മയുടെ പ്രിയപ്പെട്ട മകന് സ്തുതിയും പുകഴ്ചയും ആരാധനയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്വരമുയർത്തി ഈ മറുപടി ഏറ്റുചൊല്ലി നമുക്ക് ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്നേഹമായി ഒരു കാലത്തും നമ്മളെ ഉപേക്ഷിക്കാതെ മാറോട് ചേർത്ത് പിടിക്കുന്ന വലിയൊരു സ്നേഹമാണ് ഈശോയുടെ സ്നേഹം. ആ സ്നേഹത്തിലേക്ക് എത്തിക്കുന്നതോ ഈശോയുടെ പ്രിയപ്പെട്ട അമ്മയായ പരിശുദ്ധ കന്യകാമേരി മാതാവ്. അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യനാഥനെ നമുക്ക് ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ ശാന്തതയോടെ ആയിരിക്കാം. അവിടുത്തെ നമുക്ക് ആരാധിക്കാം. ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസം നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മേ, ജപമാല ധാരാളം ചൊല്ലുവാനുള്ള ഒരു കൃപ. ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിൽ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ, അനേകം കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, സ്നേഹം നിറഞ്ഞ അമ്മയുടെ സ്നേഹനിധികളായ വൈദികർ, സമർപ്പിതർ, സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ശുശ്രൂഷകർ എല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. സന്ധ്യാപ്രാർത്ഥനകൾ മുടങ്ങാതിരിക്കാനുള്ള കൃപ കർത്താവേ തരണമേ. ഓരോ സന്ധ്യാപ്രാർത്ഥനയിലും അതിനു മുമ്പായിട്ടൊരു ഒരുക്കം നടത്തുവാൻ ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒരു കൃപ തരണമേ. പല വിചാരം കൂടാതെ പ്രാർത്ഥിക്കാൻ,
സന്ധ്യാപ്രാർത്ഥനകൾ വലിയ ശ്രേഷ്ഠതയോടെ നിറവേറ്റാൻ, അത് കുരിശു വരച്ച് കുടുംബ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ വിശുദ്ധ കുരിശൻ്റെ ശക്തമായ സംരക്ഷണം തേടുവാൻ, അങ്ങനെ കുരിശു വരച്ച് കുരിശിൻ്റെ സംരക്ഷണത്താൽ ഭവനത്തിലെ കുടുംബ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ ഒരു തടസ്സം കൂടാതെ ആ പ്രാർത്ഥന തുടരുവാൻ, ജപമാല മുടങ്ങാതിരിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, ഒപ്പം തന്നെ ഓരോ കുടുംബ പ്രാർത്ഥനയിലും പ്രാർത്ഥിക്കുക. ജപമാല പ്രാർത്ഥന കുടുംബത്തിൻ്റെ പരിശുദ്ധ കുർബാന എന്നാണ് പരിശുദ്ധ പിതാവ് ജോൺ പോൾ പാപ്പ പറയുന്നത്. അപ്പോൾ ഓരോ പരിശുദ്ധമായ ജപമാല പ്രാർത്ഥന സന്ധ്യാസമയത്ത് കുടുംബങ്ങളിൽ അർപ്പിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ, ഈശോയെ നാളെ പ്രഭാതത്തിൽ ദേവാലയങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന കുർബാനയ്ക്ക് ഭക്തിയോടെ ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബാംഗങ്ങളും ഒന്ന് പോയി പങ്കെടുക്കാൻ പരിശുദ്ധ അമ്മ മാതാവേ ഒരു കൃപ തരണമേ. ഈ രാത്രിയിൽ ഞങ്ങൾ ഒന്നിച്ച് ഈ ജപമാല ജപിക്കുമ്പോൾ, ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹത്തോടെ അമ്മ മാതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളിലെ ജപമാല മുടങ്ങരുത്. ഞങ്ങൾ കുടുംബം ഒരുമിച്ച് ദേവാലയത്തിൽ പോയി ബലിയർപ്പിക്കുവാൻ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സാധിക്കുന്ന ഒരാളെങ്കിലും പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കാൻ അമ്മേ ഞങ്ങളെ നയിക്കണമേ. ഈ ജപമാല ചൊല്ലുന്നതിലൂടെ ഈശോയിലേക്ക് അടുക്കാൻ, പരിശുദ്ധ കുർബാനയിലേക്ക്, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ എല്ലാ കൃപാവരങ്ങളിലേക്കും ചേർന്ന് നിൽക്കുവാൻ അമ്മ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ. ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഈ നിയോഗങ്ങൾ അമ്മ മാതാവ് വഴി ഞങ്ങൾ ഈശോയിലേക്ക് സമർപ്പിക്കുന്നു. കുരിശുവരയും സന്ധ്യാപ്രാർത്ഥനകളും ഏകാഗ്രതയോടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിട്ടുള്ള ജപമാലയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അറ്റുപോകാതിരിക്കാൻ, ഞങ്ങളുടെ ക്രൈസ്തവ കുടുംബങ്ങളുടെ ശക്തി കേന്ദ്രമായി ഈ സന്ധ്യാപ്രാർത്ഥനകൾ മാറുവാൻ, ആ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് വലിയൊരു ആഗ്രഹത്തോടെ പ്രഭാതത്തിലെ കുർബാനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാൻ, പിറ്റേ ദിവസം പരിശുദ്ധ കുർബാന മുടങ്ങാതിരിക്കുവാനുള്ള ഒരു കൃപ ലഭിക്കാൻ നമുക്ക് ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിക്കാം. ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസം അങ്ങനെ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളിലേക്കും ദിവ്യകാരുണ്യനാഥൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ വലിയൊരു ശക്തി, കൃപ നമ്മുടെ കുടുംബങ്ങളിലേക്ക് വർഷിക്കട്ടെ. ഘോരസർപ്പത്തിൻ്റെ തല തകർക്കാനായി താതന്നയ ചോരന്നമ്മേ, ഘോരസർപ്പത്തിൻ്റെ തല തകർക്കാനായി താതന്നയ ചോരന്നമ്മേ, അമല മനോഹരി അമ്മയല്ലേ നീ, ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കണേ. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ, ഞങ്ങളെയല്ലയോ. ഈ സമയം ജപമാല കൈകളിലുള്ളവർ ജപമാല ഒന്നെടുത്ത്, നമ്മളിന്ന് വചന ശുശ്രൂഷയുടെ സമയത്ത് പറഞ്ഞതുപോലെ ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസം നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ജപമാല ജപിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരെ, കുടുംബ പ്രാർത്ഥനകൾ മുടങ്ങിപ്പോയ കുടുംബങ്ങളെ, ഒരുപാട് പ്രതിസന്ധികളിലൂടെ സഭ കടന്നുപോയപ്പോൾ സഭാപിതാക്കന്മാർ
വിശുദ്ധര്, പ്രത്യേകിച്ചും മാറി മാറി വന്ന മാർപ്പാപ്പമാര് സഭയോട്, ദൈവജനത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്: ഈ യുദ്ധത്തെ, ഈ തകർച്ചകളെ, ഈ ദുരിതങ്ങളെ നേരിടാൻ നിങ്ങൾ ജപമാല കരങ്ങളിലെടുക്കുക. അത് പരസ്യമായി അനുദിനം ചൊല്ലണം എന്നാണ് മാർപ്പാപ്പമാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ലയോ 13 മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. എന്നെ ഈ ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് മറ്റൊരു ആയുധവുമല്ല, തോക്കോ വാളോ ഒന്നുമല്ല, ജപമാല എന്ന ആയുധം പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഉന്നത സ്ഥാനത്തേക്ക് കയറി വന്നത്. ജപമാല എന്ന ആയുധം പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഉന്നത സ്ഥാനത്തേക്ക് കയറി വന്നത്. ഉന്നത സ്ഥാനങ്ങളിലേക്ക് കയറുവാൻ, കുടുംബത്തിൻ്റെ അന്ധകാരം നിറഞ്ഞ, ഇരുൾ നിറഞ്ഞ വഴികളെ വിശുദ്ധിയുടെ പ്രഭ നിറഞ്ഞ, പ്രകാശം പരത്തുന്ന വഴികളായി തീരാൻ, പാപത്തിൻ്റെ കെട്ടുകൾ പൊട്ടിക്കാൻ, ജീവിതത്തിൻ്റെ തകർച്ചകൾ മാറ്റാൻ, ആത്മീയ അന്ധകാരം അകറ്റുവാൻ ഈ ജപമാലയ്ക്ക് വലിയ ശക്തിയുണ്ട്. നമുക്കതുകൊണ്ട് ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും, ജപമാല സഖ്യത്തിൽ ചേർന്നിരിക്കുന്നവരും, ലോകമെമ്പാടും അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം തേടുന്നവരും, ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസം നമുക്ക് ജപമാലയിലെ മഹിമയുടെ 5-ാമത്തെ ദിവ്യരഹസ്യം ചൊല്ലി ഈ സമയം പ്രാർത്ഥിക്കാം. മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ അപ്രകാരം പ്രാർത്ഥിക്കുക. കട്ടിലിൽ കിടക്കുന്നവർ, ആ കിടന്നുകൊണ്ട് രോഗികളായിരിക്കുന്നവർ ഈ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യാത്ര ചെയ്യുന്നവർ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ പിൻവലിച്ചുകൊണ്ട് ജപമാല ചൊല്ലി, ജപമാലയുടെ ഒരു കൃപ, ജപമാല ജപിക്കുവാനുള്ള ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ രഹസ്യം ദിവികാരുണ്യ സന്നിധിയിൽ കാഴ്ചവെക്കാം. പരിശുദ്ധ ദൈവമാതാവ് സ്വർഗത്തിലെത്തിയുടനെ തൻ്റെ തിരുക്കുമാരനാൽ ലോകരാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ട ഈ ദിവ്യരഹസ്യം നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ജപമാല മുടങ്ങാതെ ചെല്ലുവാൻ, ഫലവിചാരം കൂടാതെ ചെല്ലുവാൻ, ബുദ്ധിമുട്ടായി അനുഭവപ്പെടാതെ ഏറ്റവും ശക്തമായ ആയുധവും പ്രാർത്ഥനയുമാണെന്ന് കുടുംബങ്ങളും വ്യക്തികളും സഭാസമൂഹങ്ങളും സമർപ്പിതരും വൈദികരും തിരഞ്ഞെടുക്കപ്പെട്ടവരും ശ്രേഷ്ഠരും ഉന്നതാധികാരികളും ഭരണാധികാരികളും ഒക്കെ തിരിച്ചറിയുവാൻ, ഈ ജപമാലയാകുന്ന ആയുധം കരങ്ങളിലെടുക്കുവാൻ എല്ലാവരെയും ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസം ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഴ്ക മാതാവേ, ദൈവമാതാവേ, ഞങ്ങൾ പൂർണ്ണമായും നിന്റേതാണമ്മേ. വാഴ്ക മാതാവേ, ദൈവമാതാവേ, ഞങ്ങൾ പൂർണ്ണമായും നിന്റേതാണമ്മേ. ഞങ്ങൾ പൂർണ്ണമായും നിന്റേതാണമ്മേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗം നമുക്ക് നൽകുന്ന വലിയൊരു വെളിപ്പെടുത്തലുണ്ട്. ജപമാലയിലൂടെ സുഖപ്പെടുത്താവുന്ന രോഗങ്ങളുണ്ടെന്ന്. ജപമാലയ്ക്ക് മാത്രം ചിതറിച്ചു കളയാൻ കഴിയുന്ന ഇരുളിൻ്റെയും വ്യാകുലതകളുടെയും കാർമേഘങ്ങളുണ്ട്. കാരണം ഇത് അമ്മയുടെ ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ്. ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസം ഈ ജപമാലയ്ക്ക് മാത്രം സുഖപ്പെടുത്താവുന്ന ചില രോഗങ്ങളുണ്ട്. ഈ ജപമാലയ്ക്ക് മാത്രം മാറ്റിക്കളയാൻ പറ്റുന്ന ചില കാർമേഘങ്ങളുണ്ട്. സ്വർഗത്തിൻ്റെ ഔന്നത്യത്തിൽ ആരംഭിച്ച് ഈശോയുടെ മുഖ്യദൂതനാൽ ഭൂമിയിലേക്ക് കൊണ്ടുവരപ്പെട്ട കാലാകാലങ്ങളായി സഭയിൽ മാറ്റുലി കൊള്ളുന്ന എൻ്റെ എല്ലാ വിശുദ്ധരും സ്നേഹിക്കുന്ന, എല്ലാം നിരായുധമാക്കുന്നതിന് പോരുന്ന അപരിമേയമായ ശക്തിയും അളക്കാനാവാത്ത ആഴമുള്ള പ്രാർത്ഥനയുമാണ് ജപമാല എന്നാണ് സ്വർഗം നമുക്ക് നൽകുന്ന വെളിപ്പെടുത്തൽ. അതുകൊണ്ട് ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസം ഈ ജപമാല ചൊല്ലുവാൻ ബുദ്ധിമുട്ടൊന്നും കൂടാതെ, മടുപ്പ് കൂടാതെ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായി നമുക്ക് ഈ ജപമാലയെ സ്വീകരിക്കാം. ദിവികാരുടെ സന്നിധിയിലേക്ക് മുട്ടിൽമേൽ നിന്നുകൊണ്ട് അവൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് സന്ധ്യാപ്രാർത്ഥനകൾ, നമ്മുടെ സഭയിലെ ഈ ജപമാല ഒരു വലിയ സ്നേഹത്തോടെ പൂത്തുലഞ്ഞ വസന്തം പോലെ വലിയ സ്വർഗീയ ആനന്ദം ചൊരിയുന്ന പ്രാർത്ഥനയായി ഈ പ്രാർത്ഥന മാറുവാൻ, ഈ ആരാധന മാറുവാൻ, ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട, പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗത്തിന് ഇഷ്ടപ്പെട്ട ഈ പ്രാർത്ഥന ശക്തിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനോ നീ മോചനമേകി.
സകലേശാദ്യോവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. ജപമാല കൈകളിലേന്തി അണിചേർന്നു ഞങ്ങൾ വരുന്നു. നന്മ നിറഞ്ഞവൾക്കെന്നും സ്വസ്തി ആധരങ്ങളാലപിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നത്തെ സൽക്രിയ അഭിമാനത്തോടെ ജപമാല കൈകളിലേന്താനുള്ള അനുഗ്രഹത്തിനായി സമ്പൂർണ്ണ ജപമാലയോ അല്ലാത്തപക്ഷം ഒരു രഹസ്യമെങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സുകൃത ജപം. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.